കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ പിടികൂടാൻ ക്യൂബ്രാഞ്ച് സംഘം തൃശൂരിൽ. ബാലമുരുകൻ ചാടിപ്പോയ ദിവസത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നു. അതേസമയം ബാലമുരുകൻ ബൈക്ക് മോഷ്ടിച്ച് കടന്നുകളയുന്ന സമയത്തെ നിർണായക ദൃശ്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇത് വീണ്ടെടുക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ കുപ്രസിദ്ധ മോഷ്ടാവിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഒപ്പമാണ് ഈ ക്യൂബ്രാഞ്ച് സംഘം എത്തുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും ഈ ബാലമുരുകനെ തേടിയിട്ടുള്ള തമിഴ്നാട് പോലീസിന്റെ ക്യൂബ്രാഞ്ച് തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. അതായത് CCTV ദൃശ്യങ്ങൾ അടക്കം എടുക്കുന്നതിനിടയിൽ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ തമിഴ്നാട് ക്യൂബ്രാഞ്ചിന്റെ കയ്യിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ ബാലമുരുകൻ ഈ രക്ഷപ്പെട്ടതിന് ശേഷം സമീപത്തെ വീട്ടിലിരുന്ന സ്കൂട്ടർ കവർന്നുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് തിരിച്ചെടുക്കാനായിട്ടുള്ള, അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ക്യൂബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബാലമുരുകൻ ജയിൽ ചാടിയതിനു ശേഷം ഇന്നിപ്പോ 3ാമത്തെ ദിവസം കഴിയുകയാണ്. ആ സമയത്ത് ബാലമുരുകൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി തമിഴ്നാട് കേരള പോലീസിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇതിനു മുൻപും കഴിഞ്ഞ മെയ്യിലും ബാലമുരുകൻ സമാന നിലയിൽ തന്നെ ജയിൽ ചാടിയിരുന്നു. ജയിൽ ചാടി സമീപത്തെ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ട് കവർന്നുകൊണ്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയത്. തുടർന്ന് ഈ തമിഴ്നാട്ടിൽ നിന്ന് ആണ് ഇയാളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടിരിക്കാം, അത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ ഇയാൾ ഒളിവിലാണ് എന്ന രീതിയിലുള്ള ഒരു അന്വേഷണവും ഇപ്പൊ പുരോഗമിക്കുകയാണ്. കേരള പോലീസിന്റെ പ്രത്യേക സംഘം തമിഴ്നാട്ടിലും പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ബാലമുരുകനായിട്ടുള്ള വല വിരിച്ചിരിക്കുകയാണ്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. തമിഴ്നാട് പോലീസ് തൃശൂരിൽ ഉണ്ട് എന്നുള്ളതാണ്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.